തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനുള്ള വേദിയിലേക്ക് എത്തുകയാണ്. ദേശീയ അധ്യക്ഷനായിരിക്കെ കേരളത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു അമിത്ഷാ. അതിന്റെ തുടർച്ചയായിട്ടാണ് വലിയൊരു ആസ്ഥാന മന്ദിരം ഇവിടെ പണിയാനുള്ള തീരുമാനം എടുത്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ്. ബി.ജെ.പിയുടെ പതാക പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്ത് ഉയർത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുൻ ദേശീയ അധ്യക്ഷനുമായിരുന്ന അമിത്ഷാ. തമ്പാനൂരിൽ അരിസ്റ്റോ ജംഗ്ഷന് സമീപത്താണ് ബി.ജെ.പിയുടെ പുതിയ ഓഫീസ് ഉയർന്നിരിക്കുന്നത്. നേരത്തെയും സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം ഇവിടെ തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ ചരട് കെട്ടുകയാണ് പതാകയുടെ. കെ ജി മാരാരുടെ പേരുള്ള പഴയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം ഉണ്ടായിരുന്നതിന് സമീപത്ത് തന്നെയാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നു. അമിത്ഷാ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുതിയ സമുച്ചയം പണിയാനുള്ള തീരുമാനം എടുക്കുന്നത്. അതിന്റെ തുടർച്ച ഇപ്പോൾ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ശേഷം അതിന് മണ്ണ് പകരുകയാണ്. ബഹുമാനിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഒക്കെ അകമ്പടിയായിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ചടങ്ങിലേക്ക് അമിത്ഷാ എത്തിയിരിക്കുന്നു. ബി.ജെ.പിയുടെ പതാക ഉയർത്തി തുടർന്ന് അവിടെ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി എങ്ങനെ ഒരുങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ ഉടനീളം പോസ്റ്ററുകളൊക്കെ കാണാം. വാർഡ് തലത്തിലടക്കം പാർട്ടി വളരെ ശക്തമാക്കുന്നു. അതിനുവേണ്ടി ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ല എന്ന് ആദ്യം പാർട്ടി തീരുമാനിച്ചതുപോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഒരു പൊതുവെ ഉണ്ടായ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം നിലമ്പൂരിൽ മത്സരിച്ചത്. അത്ഭുതകരമായ ഒരു പ്രതികരണമായിരുന്നു അന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണ എവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി, ഇപ്പോൾ വേങ്ങരയിൽ ഒരു സാധ്യതയും ഇല്ലാത്ത നിയമസഭാ മണ്ഡലമായിരുന്നിട്ടും സാധാരണ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതാണ്. പക്ഷേ നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് വിജയസാധ്യതയില്ല എന്നൊരു പ്രതികരണം വന്നത് അത്ഭുതകരമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ നിയോഗിക്കപ്പെട്ട എസ് സുരേഷ് പ്രത്യേക പ്രതിനിധിയായി നിലമ്പൂരിലേക്ക് പോയി അവിടുത്തെ നേതാക്കളെ കണ്ടു. വലിയ പ്രതിഷേധമായിരുന്നു അവിടുത്തെ നേതാക്കൾക്കുണ്ടായിരുന്നു. തുടർന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനും ഇന്ന് തുടക്കമാവുകയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കുന്നു. ശിലാഫലകം അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. കൃഷ്ണദാസ്, സി കെ പത്മനാഭൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ അമിത്ഷായെ അനുഗമിക്കുന്നുണ്ട്. സുരേന്ദ്രൻ, രമേശ് തുടങ്ങിയവരും ഒപ്പമുണ്ട്. കെ ജി മാരുടെ പേരിലാണ് ഈ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം. നേരത്തെയും അവിടെ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം മാരാർ ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതും കെ ജി മാരാരുടെ പേരിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമാണ്. മുൻ അധ്യക്ഷനായിരുന്ന കെ ജി മാരാരുടെ വെങ്കല പ്രതിമയും ഈ പുതിയ കെട്ടിടത്തിന്റെ നടുത്തളത്തിൽ അല്പസമയത്തിനകം അനാച്ഛാദനം ചെയ്യും. നാടമുറിച്ച് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനി അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ബി.ജെ.പി അനുയായികൾ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് നിലയ്ക്ക് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഒപ്പം ഇന്നലത്തെ RSS മേധാവിയുടെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അമിത്ഷാ എന്തെങ്കിലും സംസാരിച്ചേക്കുമോ എന്നൊക്കെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ പ്രതികരണം ലഭ്യമാകാനും ഇടയില്ല എന്നതുകൂടി വാസ്തവമാണ്. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിവരങ്ങളുമായുണ്ട്. ഇപ്പോൾ കാണുന്നത് മാരാർജി ഭവനിൽ നിന്നുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതേസമയം പുത്തരിക്കണ്ടം മൈതാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പരിപാടി അല്പസമയത്തിനകം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വാർഡ് തല നേതൃസംഗമമാണ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 5000 വാർഡ് സമിതികളിലെ 25,000 പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ബി.ജെ.പി നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പ്രശാന്ത് കൃഷ്ണവിവരങ്ങളുമായി ഉണ്ട്. പ്രശാന്ത്, പുത്തരിക്കണ്ടത്തെ സമ്മേളന നഗരിയിലേക്ക് അല്പസമയത്തിനകം അമിത്ഷാ എത്തിച്ചേരും. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. എത്രത്തോളം പങ്കാളിത്തമുണ്ട് ഈ പുത്തരിക്കണ്ടത്തെ പരിപാടിയിൽ, നേതൃസംഗമത്തിൽ?
രതീഷ്, വാർഡ് തല പ്രവർത്തകരുടെ സംഗമമാണ് പ്രധാനമായും. അത് BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ് വാർഡ് തല നേതൃസംഗമം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി സംസ്ഥാന കാര്യാലയത്തിൽ പാർട്ടി ഓഫീസ് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായയുടെ ചിത്രത്തിന് മുന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെയും പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അതിനുശേഷം ഇനി ഈ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ ഒരു നടുത്തളമുണ്ട്. നടുത്തളത്തിൽ KG മാരാറിന്റെ പ്രതിമയുണ്ട്. ഒരു അർത്ഥകായ വെങ്കല പ്രതിമയാണ്. ഈ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും. 2024 ഫെബ്രുവരി 12 ഔപചാരികമായി പാലുകാച്ചി ചടങ്ങ് നടന്നിരുന്നു. അതിനുശേഷം അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഉദ്ഘാടനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അന്ന് ചില ഔദ്യോഗിക കാര്യങ്ങളാൽ അന്ന് എത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് പാർട്ടി ഓഫീസിലെ പ്രവർത്തനങ്ങൾ അവിടെ ഘട്ടം ഘട്ടമായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന ഓഫീസ് പ്രവർത്തനക്ഷമമാകുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ KG മാരാരുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ചടങ്ങുകൾക്ക് ശേഷം അമിത്ഷാ നേരെ എത്തുന്നത് പുത്തരിക്കണ്ടത്തിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തിലാണ്. BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കം, അതിന്റെ ഒരുക്കങ്ങളുടെ തുടക്കമാണിത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 റവന്യൂ ജില്ലകളിലെ 8 പാർട്ടി സംഘടനാ ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങളായ 36,000 നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ നേതൃതല സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ പ്രശാന്ത് കൃഷിയാണ് പുത്തരിക്കണ്ടത്തുള്ള വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ